എന്റെ മോനെ സ്പീഡ് എന്നൊക്കെ പറ. വാട്ട്സ് ഗൈസ്, വെൽക്കം ബാക്ക് അടുത്ത വീഡിയോ. അസർബൈജാൻ യാത്രയുടെ പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ബാക്കു സിറ്റി ടൂർ ആയിരുന്നു. ഇന്നലെ ഗബാലയിലെ കേബിൾ കാർ. അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? കിടുക്കാച്ച എക്സ്പീരിയൻസ് ആണ്, വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. സോ ഇന്ന് നമ്മൾ മൂന്നാമത്തെ ദിവസം എത്തിയിരിക്കുന്നത് ലേക്ക് സൈഡ് ഹോട്ടൽ ആൻഡ് സ്പായിലാണ് ഗബാലയിൽ. ഇവിടെയായിരുന്നു ഇന്നലെയൊക്കെ സ്റ്റേ. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ഷെയ്ക്കിലേക്കാണ്. ഷെയ്ക്ക് അറൗണ്ട് ഇവിടുന്ന് ഗബാലയിൽ നിന്ന് ഏകദേശം ഒരു 2 hours യാത്രയുണ്ട്. നമ്മുടെ ഡ്രൈവറൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് എത്തിയായിരിക്കും. നല്ല പെടയാണ് ആള്. സോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. നല്ല കാഴ്ചകളായിരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾ കാണുക. സോ നമുക്ക് യാത്ര തിരിച്ചാലോ? എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷ് എബ്രഹാം. ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് റഷ്യയിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂർ യാത്ര. യെസ് ബ്രോ. ആ കാണുന്നതാണ് കണ്ടോ, നമ്മൾ ഇത്രയേറെ കണ്ട കാക്കസസ് മലനിരകൾ ഇങ്ങനെ ചുറ്റിനുണ്ട്. ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു 11 മണിയായി. നല്ല രീതിയിൽ വെയിൽ ഉദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഷെക്കിഹാം പാലസിൽ എത്തിയിരിക്കുകയാണ്. പാലസിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. ബാക്കി കാഴ്ചകളൊക്കെ കയറി നോക്കാം. ഗബാലയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ സഞ്ചരിച്ച് ഞങ്ങൾ ഷെക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഷെക്കിയിലെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെക്കിഹാം പാലസാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഉയർന്നൊരു മലയുടെ മുകളിൽ നല്ലൊരു പാലസ്. കാക്കസസ് മൗണ്ടൈൻ്റെ ഒരു സദേൺ പാർട്ടിലാണ് ഈ ഒരു പാലസ് വരുന്നത്. ബാക്കുവിൽ നിന്ന് സഞ്ചരിക്കുന്നവർക്ക് 240 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ഈ ഒരു പാലസിലേക്ക് എത്താൻ പറ്റുക. മാത്രമല്ല ഈ ഒരു പാലസിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പാലസിന്റെ ചുറ്റും, അതായത് ഈ പാലസിന്റെ കോമ്പൗണ്ടിലുള്ള ഓക്ക് മരങ്ങളാണ്. 300 വർഷത്തിലേറെ പഴക്കമുള്ള ഓക്ക് ട്രീസ് ആണ് ഇതിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുക. നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൽ തൊടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് ആട്ടോ. പിന്നിലേക്ക് ഒരു ഫീലിംഗ് ആണ് അതിനെ തൊടുമ്പോൾ. സോ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇന്റീരിയറാണ് ഇതിനകത്ത് കാണാൻ പറ്റുക. ബട്ട് നമുക്ക് ഫോട്ടോ വീഡിയോസ് ഒന്നും ഇതിനകത്ത് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ബ്രീഫ് ചെയ്ത് തരാം. ഇതിനകത്തുള്ളത് 6 റൂമുകളും 4 കോറിഡോറുകളാണ്. അതുപോലെ തന്നെ 2 ഗ്ലാസ്സുകളും. ഈ ഗ്ലാസ് വിൻഡോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ ചില്ലിൻ്റെ പോർഷൻ ഉപയോഗിച്ച്, അതായത് ഏകദേശം ഒരു 5000-ന് മുകളിൽ ചില്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ചിൽ പോർഷൻ നിർമ്മിച്ചേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഇന്ത്യയിലുള്ള ഒരു പാലസാണ് ഷെക്കിഹാം പാലസ്. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇതിലുള്ള ഗ്ലാസ്സിലുള്ള ആ ഒരു മിററിൻ്റെ റിഫ്ലക്ഷൻ ഫ്ലോറിലേക്ക് അടിച്ചിരിക്കുകയാണ്. അത് ഭയങ്കര രസമാണ്. കളർഫുൾ ആയിട്ടുള്ള ഗ്ലാസ് ആണ്. റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. ഈ പാലസ് നിർമ്മിച്ചിരിക്കുന്നത് അസർബൈജാൻ, ജോർജിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ മെയിൻ ആർക്കിടെക്റ്റുമാർ വന്ന് നിർമ്മിച്ചേക്കുന്ന വലിയൊരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു യുനെസ്കോയിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു പാലസ് കൂടിയാണ് ഷെക്കിഹാം പാലസ്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഓക്ക് ട്രീസ് ഒക്കെ കാണാം. നല്ല 2 വലിയ ഓക്ക് ട്രീസ് ഉണ്ട്. 300 വർഷത്തിലേറെ പഴക്കമുള്ള ഓക്ക് ട്രീസ് ആണ്. പിന്നെ വേറെ എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുക പറഞ്ഞു കൊടുത്തേ. ഇതില് 2ാമത്തെ നിലയിൽ വന്നിട്ട് ഇവിടുത്തെ രാജ്ഞിയുടെ റൂമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ രാജാവിനെയൊക്കെ ആരെങ്കിലും ഒക്കെ വിസിറ്റേഴ്സ്, ഡിപ്ലോമാറ്റ്സോ ആരെങ്കിലും ഒക്കെ വിസിറ്റേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ രാജ്ഞി അവരെ ഇൻവൈറ്റ് ചെയ്യുന്നതൊക്കെ അതിനുവേണ്ടി അവിടെ ലാർജ് ഒരു വലിയൊരു മീറ്റിംഗ് റൂം സെപ്പറേറ്റ്. അത് ഭയങ്കരമായിട്ടൊരു രസമുള്ളൊരു കാഴ്ചയാണ്. കാരണം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളും, അതായത് മുഴുവൻ ഫ്ലോറും വുഡ് വെച്ചാണ് ചെയ്തത്. ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചേട്ടോ ലാഡാക്കാർ, ഒരു റഷ്യൻ നിർമ്മിത വണ്ടിയാണ് കേട്ടോ. കിട്ടിക്കാച്ച് ഫിനിഷിംഗ് ആണ് വണ്ടി, രക്ഷയില്ല. ഷെക്കിഹാം പാലസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 2ാമത്തെ ഐറ്റിനറിയിലുള്ള ഒരു സ്ഥലമാണ് കാരവൻ സറായ്. ഇതൊരു പാലസാണ്. 19-ാം നൂറ്റാണ്ടിൽ പണി കഴിഞ്ഞ ഒരു പാലസാണിത്. അമേസിങ്. ഇതിൻ്റെ ഉൾഭാഗം നോക്കിയേ. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. അമേസിങ്. ഇവിടെ നമുക്കൊരു ബോർഡ് കാണാം, നോ എൻട്രി ടു 2nd floor ഫോർ വിസിറ്റേഴ്സ്. ആക്ച്വലി ഇതിനകത്ത് വന്നിട്ട് 2 സെറായാണ് ഉള്ളത്, അപ്പർ സെറായും ലോവർ സെറായും. അപ്പർ സെറായിൽ ഏകദേശം വന്നിട്ട് 300 ചില്ലാനും റൂമുകളാണ് ഉള്ളത്.
ലോവർ സെറയിൽ വന്നിട്ട് 240 സംതിങ് റൂമുകളാണുള്ളത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ആകെ എൻട്രി ഉള്ളത് ലോവർ സെറയിൽ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഫ്ലോറിലേക്ക് നമുക്ക് വിസിറ്റേഴ്സിന് എൻട്രി ഇല്ല. കാരവൻ സെറയുടെ ഉള്ളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നോക്കിയാൽ വലിയൊരു നടുപറ്റ കാണാൻ പറ്റും. കണ്ടോ, ഏത് റൂമിൽ നോക്കിയാലും കാണത്തക്ക രീതിയിലുള്ള വലിയൊരു നടുപറ്റാണ്. പിന്നെ ഇവിടുത്തെ പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിയേ, ഇത് കണ്ടോ, എല്ലാ റൂമിൻ്റെയും ഫ്രണ്ടിൽ ഇതുപോലൊരു ജനൽ പോലൊരു ഹോള് കാണാൻ പറ്റും. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ്സുകാർ വന്നിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാരവൻ സെറായി. അവരിവിടെ വന്ന് താമസിച്ചിട്ട് അവർ വരുന്ന കുതിരകൾക്ക് ഫുഡ് കൊടുക്കാനുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഈ ഒരു പ്ലേസ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കിയേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാലസാണ്. ഏണ്ട് ചേരു കാരവൻ സെറായി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് അല്ലേ? ഇവിടെ കുതിരകൾക്കുള്ള പുല്ലും ഒക്കെ ഇട്ട് കൊടുത്തേച്ച് പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് അവർ ഈ റൂമിൽ താമസിക്കും. അവർ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മറ്റു ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്തിരിക്കും. നോക്കി, ഇവിടെയൊക്കെ എവിടെ തിരിഞ്ഞാലും ഫോട്ടോജനിക്കായിട്ടുള്ള സ്ഥലങ്ങളാട്ടാ. ഇതൊക്കെ ഇപ്പോൾ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന, നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ക്യാൻവാസ് സെറയുടെ പരിസരത്ത് തന്നെ ഇതുപോലെ നമുക്ക് ഇവിടുത്തെ തനതായിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ കാണാം. ഇവിടുന്നൊക്കെ നമുക്ക് മാഗ്നറ്റ് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ്. കേട്ടോ, ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ ഭാഗത്ത്. പോകുന്ന വഴിക്ക് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കയറുന്നുണ്ടെങ്കിൽ ഇവിടെ കയറാം. ഇത് അസർബൈജാൻ്റെ ഒരു പെട്രോൾ പമ്പാണിത്. ESED പെട്രോൾ എന്നാണ് പേര്. ഇത് ആക്ച്വലി ഗവൺമെൻറ്റിൻ്റെ ഒരു പെട്രോൾ പമ്പാണ് കേട്ടോ. ഇന്നലെ നമ്മൾ കണ്ടത് ഷെക്കിലെ കാഴ്ചകളായിരുന്നു. അവിടെ നിന്ന് ഏകദേശം 5 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ തിരിച്ച് ബാക്കു റമദ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് അസർബൈജാൻ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കാഴ്ചയെക്കുറിച്ചാണ് എല്ലാവരും ആലോചിക്കാം. സോ ഒട്ടും തന്നെ സമയം കളയാതെ ആ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച എന്താണെന്ന് നോക്കിയാലോ. എവിടെ സ്ഥലം? കേരളം മനസ്സിലായി. എവിടെയാ? കേരളത്തിലെവിടെ? കൊല്ലംകാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എവിടെ ചെന്നാലും ഉണ്ട് ആൾക്കാർ. ഇതാ ബ്രോ, ഇന്നത്തെ ഐറ്റിനറി പ്രകാരം ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഗോബുസ്ഥാൻ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 2 സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഇന്നലെ പോയില്ലേ, യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഷെക്കിഹാം പാലസിലാണ് നമ്മൾ ഇന്നലെ പോയത്. അതുപോലെ മറ്റൊരു സ്ഥലമാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ മറ്റൊരു സ്ഥലമാണ് ഗോബുസ്ഥാൻ നാഷണൽ പാർക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒറ്റ ടിക്കറ്റിൽ തന്നെ നമുക്ക് 2 സ്ഥലം കാണാൻ പറ്റും. ഫസ്റ്റ് വന്നിട്ട് ഒരു മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരാതന മനുഷ്യർ ജീവിച്ചിരുന്ന അവരുടെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള പാത്രങ്ങൾ, അല്ലെങ്കിൽ കല്ലുകൾ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു തലയൂട്ടി, ഒരു ഹ്യൂമൻ ബോഡിയുടെ അസ്ഥികൂടം, അങ്ങനെയുള്ള പല പല സാധനങ്ങളൊക്കെയാണ് മ്യൂസിയത്തിൽ കാണാൻ പറ്റുക. മാത്രമല്ല യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള മറ്റു രാജ്യങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. സോ അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന അടുത്തൊരു സ്ഥലമാണ് ഈ ശിലാലിഖിതങ്ങൾ ഡയറക്റ്റ്ലി കൊത്തി വെച്ചിട്ടുള്ള പാറകൾ. അവിടെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നമുക്കിവിടെ കാണാം പല മനുഷ്യരുടെയും ഈ മൃഗങ്ങളുടെയും പിന്നെ 2 എന്തായിരുന്നു കാളകൾ കൊത്തുകൂടുന്ന അല്ലെങ്കിൽ കുത്തുകൂടുന്ന ടൈപ്പിലുള്ള ശിലാലിഖിതങ്ങളൊക്കെ ഇവിടെ കൊത്തിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇവിടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റഡി ചെയ്യാനൊക്കെ ഉള്ള ഒരു നല്ലൊരു ഏരിയ ആണ്. സോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാനുള്ള ഒരു കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. എങ്ങോട്ട് ചേരും ഇവിടെ? ഒരു വ്യത്യസ്തതയുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ ഉള്ളവർക്ക്, അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് ഒരു പാറക്കെട്ടായിട്ട് ഫീൽ ചെയ്യുള്ളൂ. നല്ല രസമുള്ള സ്ഥലമാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ജസ്റ്റ് കണ്ടിട്ട് പോവാം. നമുക്ക് ക്ലൈമറ്റ് ഒക്കെ നല്ല ഓക്കെ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല എൻജോയ് ചെയ്ത് നമുക്ക് ഇവിടെ ഇത് കാണാം. ഇവിടെ എപ്പോഴും ഒരു തണുത്ത കാറ്റാണ് കേട്ടോ.
എപ്പോഴും തണുത്ത കാറ്റാണ്. ഇത് ഉയർന്ന പ്രദേശം ആയതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല തണുത്ത കാറ്റാണ് ഇവിടെ. ഇവിടെ കാണുന്ന മറ്റൊരു കാഴ്ച ഉണ്ടോ, ഇവിടെ പാമ്പിൻ്റെ മാളം ഉണ്ടോ, ഒരു ചെറിയ ഹോള് കാണാം. അതിനായിട്ട് അവരൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തും പാമ്പുള്ളതായിട്ട് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോ എൻട്രി കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സംഭവത്തിലേക്കാണ്. മഡ് വോൾക്കാനോ അല്ലേ, അതിൻ്റെ ലാഡക്കാറാണ്. നോക്കി നല്ലൊരു പഴയ ലാഡക്കാർ. നോക്കി ഇഷ്ടംപോലെ ലാഡക്കാറുകളുണ്ട് കേട്ടോ. ഒരു പഴയ ലാഡക്കാറിൽ നമ്മൾ കയറി ഇങ്ങനെ പോവാണ്. ശരി, റെഡി? നമ്മുടെ വണ്ടികളൊന്നും പോവില്ല ഈ വഴി കൂടെ കണ്ടോ. അത്യാവശ്യം ഓഫ് റോഡാണ്. അപ്പോൾ നമ്മുടെ കാർ അവിടെ ഒതുക്കിയിട്ട് ഇതാ ഈ ഡ്രൈവർ ചേട്ടൻ പെട തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അറിയാൻ സാധിച്ചത് ഇവിടെ ഈ ലാഡക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റഷ്യൻ്റെ കാറാണല്ലോ. നല്ല ഫേമസ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ബോഡിയിലുള്ള കാറാണ്. ആ കാറിൽ മാത്രമേ ഇവിടെ ഈ വഴി കൂടെ പോകാൻ പറ്റുള്ളൂ. യെസ് ബ്രോസ്, ഇതിൻ്റെ വിൻഡോ താത്താൻ പറഞ്ഞ പാടില്ലേ? ഓ നൈസ്. ആളിത് കൂരി വെച്ചേക്കണം, പഴയ സെറ്റപ്പാണ് ആള്. എൻ്റെ മോനെ നല്ല പടയായിട്ട് ആൾ ഒരു രക്ഷയില്ല. ഫുൾ പവറിൽ ചവിട്ടി വിടുകയാണ്, ഒന്നും നോക്കാനില്ല ആൾക്ക്. പഴയ വണ്ടിയല്ലേ. ഓ മൈ ഗോഡ്. ഇവിടെ കൂടുതലും സഞ്ചരിക്കുന്ന ലാഡക്കാർ തന്നെ കേട്ടോ. ആള് കൈ കൊണ്ടാണ് ഈ സൈഡിൽ കൂടെ പോകും, ഈ സൈഡിൽ കൂടെ പോകുന്നത്. അത്രയും സ്പീഡിൽ വരുന്നത്, ഫുൾ പവറിലാണ് ആള്. എൻ്റെ മോനെ ഈ വണ്ടി ഒടുക്കത്തെ സ്ട്രോങ് ആട്ടോ, ഒരു രക്ഷയില്ല. എൻ്റെ ലൈഫിൽ ഒരു ആഗ്രഹമായിരുന്നു ഈ ലാഡക്കാർ കയറണം എന്നുള്ളത്. അത്രയും നല്ല കിടുക്കാച്ച് വണ്ടി ഉണ്ടോ, ഒരു രക്ഷയില്ല. ആക്ച്വലി ഇത് റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്പനിയാണ് ഈ ലാഡ എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് റഷ്യയിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ളതും ഈ ഒരു വണ്ടിക്ക് തന്നെയാണ്. ലാഡ എന്ന് പറഞ്ഞ ബ്രാൻഡിന് തന്നെയാണ്. ഓഫ്, ഇവിടുത്തെ വഴികളൊക്കെ നോക്കി. ഇതിൻ്റെ സസ്പെൻഷനൊക്കെ അടിപൊളി സസ്പെൻഷൻ കേട്ടോ. ഫുള്ള് പെടയാണ്, ഗീർ പറഞ്ഞ പെടയ്ക്ക. വരെ ഫാഷൻ സീരീസിൽ കാണുമല്ലോ. പേടിച്ചോ? ത്രില്ലിംഗ് അല്ലേ? പുറമെ വലിയ കട്ടറാണെങ്കിൽ പോലും പക്ഷെ ഉള്ളിൽ അറിയാനില്ല അങ്ങനെ. എന്താ പെട്ടാ ത്രില്ലിംഗ് ആണ്. നല്ല പെടാന്ന് പറയുമ്പോൾ ആൾ ഒന്നും കൂടി പെടക്കേണ്ടി തോന്നുന്നു. നല്ല ചവിട്ടാണ്. ഏകദേശം നമ്മുടെ കാർ നിർത്തിയ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ നമുക്കുണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്, മഡ് വോൾക്കാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, സൂപ്പറായിട്ട്. സസ്പെൻഷൻ വേറെ ലെവല് സസ്പെൻഷൻ. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം കാറ്റ് വലിയ കുഴപ്പമില്ല ശരി, പക്ഷെ ഓവറൊക്കെ ആയിട്ട് നല്ല കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാർ മറിയാൻ ചാൻസ് ഉണ്ട്. യെസ്, യുവർ നെയിം? എൽമാർ. എൽമാർ, നൈസ്. എന്താ പേടാ വഴി തെറ്റിയത് ആൾക്കെങ്ങനെ വഴി തെറ്റിയ? എനിക്ക് തോന്നുന്നു ആ വഴിയിൽ അവിടെ ചിലപ്പോൾ കട്ടർ കൂടുതലുള്ളത് ഈ വഴി തന്നെ പോകുന്നതായിരിക്കും. എന്റെ മോനെ സ്പീഡ് എന്നൊക്കെ പറ. പോയി നാഷണൽ ഹൈവേ പോലെ ആയി തോന്നുന്നില്ല റോഡൊക്കെ. മറ്റേ പതിഞ്ഞിരിക്കുകയാണ് റോഡൊക്കെ, ചെളിയിൽ പതിഞ്ഞിരിക്കുകയാണ്. അത് നല്ല പടപടിക്കാ. ലാൻഡ് ക്രൂസറിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ലാൻഡ് ക്രൂസറില്ല, അതെ JAC ആണ് അല്ലേ. ഇവിടുന്ന് ആ വഴി നമുക്ക് കാണാട്ടോ. നോക്കിയേ, അമ്മ അയ്യോ അപ്പോ അയ്യോ 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 ദൈവമേ. അതാ ആൾക്ക് ഗിയർ ഊരെടുത്തു. ഇതെല്ലാം ഫുൾ അഡ്ജസ്റ്റ്മെന്റ് വണ്ടി പോകുന്നുണ്ട്. ഇതെല്ലാം സാധനം ഊരെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ആൾക്ക് മനസ്സിലായി കാര്യങ്ങള്. ഫുൾ അഡ്ജസ്റ്റ്മെന്റ്, ആളൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോണത്. ഇതൊക്കെ തന്നെ ഊരി വന്നായിരിക്കും, ഇങ്ങനെയല്ലേ പോണത് അല്ലേ.
ഫോണൊക്കെ വർക്കിംഗ് ആണ് എന്തായാലും. എനിക്ക് വയ്യ. മറ്റൊരു വണ്ടി. മോനെ ഓ ഓ ഓ അങ്ങനെ നമ്മള് മഡ് വോൾക്കാനോടെ സ്ഥലത്ത് ഇരിക്കുകയാണ്. ഇനി ഇത് തുറക്കണം എങ്ങനെയാണോ? എങ്ങനെയാണോ ഇത് അടഞ്ഞിട്ടുണ്ടായിരുന്നില്ലപ്പോ? തുറന്നപ്പോഴത്തേനും പെട്ടെന്ന് തോന്നും. നോക്കിയേ, ഈ മഡ് വോൾക്കാനൊക്കെ കത്തുന്നത് കണ്ടോ? നാച്ചുറൽ ഗ്യാസ് ആണോ ഇതിൻ്റെ ഉള്ളിലൊക്കെ? ആളിപ്പോൾ നമുക്ക് വേണ്ടി കത്തിച്ച് കാണിച്ചു തന്നാ. നോക്കിയേ, ചെളി തുപ്പുന്ന മഡ് വോൾക്കാനുകളാണ് ഇവിടെ കാണാൻ പറ്റും. നോക്കിയേ, ലോകത്ത് ഏകദേശം 700-ലധികം വോൾക്കാനുകളുണ്ട്. അതിനകത്ത് 300 വോൾക്കാനുകൾ, 350ഓളം വോൾക്കാനുകൾ അസർബൈജാനിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതിനകത്തെ വോൾക്കാനുകളാണ് ഇതൊക്കെ. നോക്കിയേ, മഡ് വോൾക്കാനാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മഡ്, അതായത് ചെളി വെള്ളം എല്ലാം കൂടി അടക്കം ഉണ്ടോ ഇങ്ങനെ വരും. ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ മഡ് വോൾക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഭൂമിയുടെ അടിയിൽ നാച്ചുറൽ ഗ്യാസസ് ഫോം ചെയ്തിട്ടാണ് മുകളിലേക്ക് ഇതുപോലെ ആ പ്രഷർ കാരണം മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നതാണ്. ഇവിടെ വന്ന് ഒരുപാട് ആളുകൾ കണ്ടോ. നോക്കിയാൽ ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ചേട്ടനാ. ആള് വന്നിട്ട് മഡ് വോൾക്കാനെ വന്നിട്ട് മഡ് എടുത്തിട്ട് പോവാണ് ഫേസിന് വേണ്ടിയിട്ട്, ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കേട്ടോ, നമ്മളും അതുപോലെ ഒരു കുപ്പിയിൽ നിറയ്ക്കുകയാണ് ഇവിടെ വന്നതിൻ്റെ ഓർമ്മയായിട്ട്. ലാഡ കാറുകൾ കണ്ടോ, ഭയങ്കര സ്ട്രോങ് കേട്ടോ വണ്ടി. എടാ അവർ കൈകൊണ്ട് കാണിക്കാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണിത്. അങ്ങനെ ഞങ്ങൾ മഡ് വോൾക്കാനെ കണ്ട് ഇവിടെ നല്ല തണുപ്പാട്ടോ. അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ്. അടുത്ത പറപ്പിക്കാൻ പോവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാ പിന്നെ ആള് പടം തുടങ്ങിയിരിക്കുകയാണ്. ഇതാ ഒരേ പട. ഈ വണ്ടി ഓടിക്കാൻ വേണമെന്നൊക്കെ ചോദിക്കുമ്പേ, ഓടിക്കാൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നമ്മുടെ ചിലപ്പോൾ പൈസയൊക്കെ മേടിക്കും. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ മെയിൻ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഭാഗത്ത്. മഡ് വോൾക്കാനയ്ക്ക് ശേഷം ഞങ്ങൾ ഇതാ എത്തിയിരിക്കുന്നു വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള സ്ഥലം. ആദ്യം പറഞ്ഞ സ്ഥലം അസർബൈജാൻ എന്ന പേരിൽ തന്നെ ലാൻഡ് ഓഫ് ഫയർ എന്നാണ്. തീ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണല്ലേ. 24 മണിക്കൂറും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മലയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. യാനാർദാഗ്. ഈ കാണുന്നതാണ് ഈ സ്ഥലം. നോക്കിയേ, 24 മണിക്കൂറും ഈ പർവ്വതത്തിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ തീ വന്നുകൊണ്ടേയിരിക്കും. ഇത് സ്ഥിതി ചെയ്യുന്നത് അസർബൈജാനിലെ അബ്ഷറോൺ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ യനാർദാഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു തീക്ക് പിന്നിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറി ഉണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ആട്ടിടയന്മാർ ഇവിടെ തീ കത്തിച്ചിട്ടിട്ട് പോയി. പിന്നീട് അത് ആ ഒരു തീ ഒരിക്കലും കെടാതെ തന്നെ ഇപ്പോഴും മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും ഒരേപോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലരും ചോദിക്കും, മഞ്ഞ് വരുന്ന സമയത്ത് ഇതെല്ലാം മഞ്ഞിൽ മൂടിപ്പോലെയെന്ന്. മഞ്ഞ് മൂടിപ്പോയാലും മഞ്ഞ് മാറുന്ന സമയത്ത് പിന്നെയും ഇതിൽ നിന്ന് തന്നെ ഫ്ലെയിമുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകത്തെവിടെയും കാണാത്ത മനോഹരമായ ഒരു കാഴ്ചയിലാണ് ഞങ്ങളിപ്പോ വന്നു ചേർന്നേക്കുന്നത്. ഇവിടേക്ക് വരുമ്പോ തന്നെ നല്ല ചൂടാട്ടോ. നല്ല തണുപ്പാണ് പുറത്ത്. ഞങ്ങൾ തണുപ്പുകാരത് വിറച്ച് നിൽക്കരുത്. അപ്പൊ ഇതിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നല്ല ചൂടാണ്. ഇവിടെ കുറെ കോയിൻസ് ഒക്കെ ആളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇതിന്റെ മുകളിലായിട്ട് കുറെ കോയിൻസ് ഇട്ട് വെക്കുന്നത് കാണാൻ പറ്റും. എന്ത് അത്ഭുതമല്ലേ. വണ്ടർ തന്നെ. ഇങ്ങനെ ഒരു മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ തീ 24 മണിക്കൂർ കത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വോൾക്കാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. നമുക്ക് നടന്നു പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഒരു അത്ഭുതം തന്നെയാണ്. ഈ മലയുടെ മറ്റൊരു പേരാണ് ബേണിംഗ് മൗണ്ടെയിൻ അല്ലെങ്കിൽ ഫ്ലെയിമിംഗ് മൗണ്ടെയിൻ. ഈ തീ ഏകദേശം ഒരു 3 മീറ്റർ ഹൈറ്റിൽ വരെ കത്തും. ഇതിന്റെ ഫ്ലെയിം ഏകദേശം ഭൂമിയുടെ സർഫസിൽ നിന്ന് 3 മീറ്റർ ഹൈറ്റിലേക്കാണ് കത്തുക. നോക്കിയേ, നല്ല ചൂടാണ് അവിടെ നിൽക്കെ. ഈ ഭാഗത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഭാഗത്തും കത്തുന്നുണ്ട്. അത് പ്രോപ്പർ അല്ല, പക്ഷെ ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. അത്ഭുതം. ഇതൊക്കെ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാട്ടോ യനാർദാഗ്. ഈ ഭാഗത്താണ് ബേണിംഗ് മൗണ്ടെയിൻ. അതിന് തൊട്ട് മുകളിലായിട്ട് യനാർദാഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് സ്റ്റെപ്പുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഇരിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. ടീമായിട്ട് വരുന്നവർക്കൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിക്കാനും കഴികൾക്കൊക്കെയാണ് അവിടെ സ്ഥലം ഒരുക്കിയിട്ടുള്ളത്. യനാർദാഗിലെ ഫ്ലെയിമിംഗ് മൗണ്ടന് ശേഷം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നു ഫയർ ടെമ്പിൾ.
അതേഷ്ഗാഡ് ടെമ്പിൾ. നമ്മൾ ഫയർ മൗണ്ടനിൽ എടുത്ത സെയിം ടിക്കറ്റ് തന്നെ ഇവിടെ കാണിച്ചു കൊടുത്താൽ മതി, ഇവിടെ എൻട്രി കിട്ടും. ഹിന്ദുസും സിഖുകാരും സൗരാഷ്ട്രീയൻസും പണ്ട് ഇവിടെ വർഷിപ്പ് ചെയ്യാൻ വരുന്ന സ്ഥലമായിരുന്നു അത്. ഇപ്പൊ നമ്മൾ ചുറ്റും കാണുന്ന ഈ ചെറിയ റൂം പോലത്തുള്ള സെറ്റപ്പുകളില്ലേ, ചെറിയ ചെറിയ സെൽസ്, ഇവിടെയൊക്കെ ആയിരുന്നു ഇവിടെ വരുന്ന പുരോഹിതന്മാരും മറ്റു ആരാധിക്കാൻ വരുന്ന ആൾക്കാരും താമസിച്ചിരുന്നു. 17-18 സെഞ്ചുറി കാലഘട്ടത്തിലാണ് ഈ ഒരു ടെമ്പിൾ നിർമ്മിതമായത്. ഈ ഒരു ടെമ്പിളിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ടെമ്പിളിന് നടുക്കായിട്ട് ഒരു ആൾട്ടർ ഉണ്ട്, ഒരു അൾത്താരയുണ്ട്. അവിടെ നിൽക്കാതെ തീ കത്തിക്കൊണ്ടേയിരിക്കുക. ഈ ഒരു തീയ് നാച്ചുറൽ ഫ്ലെയിം ആയിരുന്നു. അതായത് ഒരു 1969 കാലഘട്ടം വരെ ഈ ഒരു തീ കെടാതെ നാച്ചുറൽ ആയിരുന്നു. അതിനുശേഷം ഈ തീയ് 1969 എങ്ങനെയോ കെട്ടുപോയി. കാരണം ഇന്ത്യൻ പോപ്പുലേഷനൊക്കെ ഇവിടുന്ന് മാറിയതിനെ തുടർന്ന് ഈ തീ കെട്ടുപോയി. അതിനുശേഷം ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അടുത്തുള്ള ഒരു സിറ്റിയിൽ നിന്ന് ഗ്യാസ് ലൈന്, അതായത് പൈപ്പ് ലൈൻ വഴി പെട്രോളിയം ഗ്യാസ് വെച്ചിട്ടാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഇത് കത്തിച്ചു കൊടുക്കുന്നത്. ഇപ്പോഴും അത് നിൽക്കാതെ കത്തുകയാണ്, കാരണം ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടാണ് ഇത് കത്തിക്കുന്നത്. അഗ്നിയെ ദൈവമായി കണ്ട് ആരാധിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. സോ ഗൈസ്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ പോയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഗോപുസ്തൻ നാഷണൽ പാർക്ക്, പിന്നെ അതിനുശേഷം നമ്മൾ മഡ് വോൾക്കാനോ കണ്ടു, പിന്നെ ഫയർ ടെമ്പിൾ ഇതിപ്പോൾ വന്നേക്കുന്നു. അതിന് മുമ്പായിട്ട് ഫയർ മൗണ്ടെയിൻ കണ്ടു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇല്ല ചേരും, പൊളിച്ചടുക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് പോലും കഴിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. കഴിച്ചിട്ടില്ല, വിശക്കുന്നില്ല ഞങ്ങൾക്ക്. അത്ര ഞങ്ങൾ എൻജോയ്മെന്റിലാണ്. ഇനിയൊക്കെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പൊളി സ്ഥലം, എന്തായാലും ഒന്ന് പോയി കാണേണ്ട സ്ഥലം തന്നെയാണ്. അപ്പൊ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്തതെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. മറ്റൊരു കിടക്കാച്ചി വീഡിയോ കാണുന്നവരെ ബൈ.